السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. قال الله عز وجل في القرآن الكريم بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവ സമൂഹത്തിൻ്റെ വിമോചകനായി കടന്നു വന്ന ലോകഗുരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളാൽ മഹത്തായ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ കടന്നു വന്ന അതുല്യനായ മാനവിമോചകനായിരുന്നു നബി തങ്ങൾ. ഡാർക്ക് ഏജ് എന്നീ ചരിത്രകാരന്മാർ വിശേഷിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള സമൂഹത്തിലേക്കാണ് നബി തങ്ങൾ കടന്നു വന്നത്. കൊലപാതകങ്ങളും പിടിച്ചുപറിയും ചൂതാട്ടവും അത്യധികമുണ്ടായിരുന്ന കാലം, സ്ത്രീകൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാത്ത കാലം, തൊഴിലാളികളും അടിമകളും ചൂഷണം ചെയ്യപ്പെട്ട കാലം. ഇവർക്കിടയിലാണ് മനുഷ്യത്വത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചകനായി, സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷകനായി, തൊഴിലാളികളുടെയും അടിമകളുടെയും സംരക്ഷകനായി നബി തങ്ങൾ കടന്നു വന്നത്. ആ ജീവിതത്തിൻ്റെ ഓരോ അധ്യാപനങ്ങളും നാം പിൻപറ്റണം. ഒരു നിരപരാധിയെ കൊലപ്പെടുത്തിയാൽ മനുഷ്യ സമൂഹത്തെ ഒന്നാകെ കൊലപ്പെടുത്തിയതിനു തുല്യമാണ്. തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അർഹമായ വേതനം കൊടുക്കണം. വെളുത്തവൻ കറുത്തവനേക്കാളോ അറബിക് അൺഅറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല. ആരാണോ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ശ്രേഷ്ഠർ, അവരാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇതാണ് നബി തങ്ങളുടെ മാതൃക. ആ പരിശുദ്ധ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയുകയോ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല. മതിച്ച് വരിക്കാൻ വന്ന ശത്രുവിനെ പോലും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയില്ലേ കൂട്ടുകാരെ, ത്വായിഫിൻ്റെ മണ്ണിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി നബി തങ്ങൾ കടന്നു വന്നപ്പോൾ അവർ നബി തങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പകരം കൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും പരിഹസിച്ചുമാണ് അവർ നബി തങ്ങളെ വരവേറ്റിയത്. ഏറുകൊണ്ട് ആ പരിശുദ്ധ കാലുകളിൽ നിന്നും രക്തമൊഴുകി. കുടിക്കാൻ പോലും വെള്ളം നൽകിയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, അങ്ങയുടെ അനുവാദമുണ്ടെങ്കിൽ ഈ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. വേണ്ട ജിബ്രീലെ, അവർ വിവരമില്ലാത്തവരാണ്. അവരിൽ ഒരാളെങ്കിലും സത്യം വിശ്വസിക്കുന്നതാണ് അവരെ നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത്. അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് നബി തങ്ങൾ ജനങ്ങളോട് പെരുമാറിയിരുന്നത്. ശത്രുതയും അക്രമവുമല്ല, സ്നേഹവും മാപ്പ് കൊടുക്കലുമാണ് ജീവിത വിജയത്തിൻ്റെ മഹത്തായ കാരണങ്ങൾ എന്ന് നബി തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നു. ആ നബിയെ പിൻപറ്റുമ്പോഴേ ലോകത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വായുദാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.